എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അഖണ്ഡ ജ്യോതി എന്ന പ്രസിദ്ധീകരണത്തിന്റെ മാർച്ച് 2020 ലക്കത്തിലെ ചില പ്രധാന ആശയങ്ങളാണ്. യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ അഗാധമായ ജ്ഞാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. നോക്കൂ, എത്ര മനോഹരമായൊരു ചിന്തയാണല്ലേ ഇത്. യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് ലോകത്തുനിന്നും ഓടി ഒളിക്കുന്ന ഒന്നല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെ തന്നെ പരിവർത്തനം ചെയ്യലാണ്. പക്ഷേ ആ വലിയ മാറ്റം തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? അത് നമ്മളിൽ നിന്ന് തന്നെയാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന്. അഖണ്ഡ ജ്യോതി, ഈ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം, അണയാത്ത ദീപം. ഇതൊരു വെറും മാസികയല്ല കേട്ടോ, ഇതിന് പിന്നിലൊരു വലിയ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാടുണ്ട്. അപ്പോ എന്താണ് ആ കാഴ്ചപ്പാട്? നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരൂല്ലേ, എന്താണ് ഈ പ്രസ്ഥാനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം? ഈ അണയാത്ത ദീപം എങ്ങോട്ടാണ് വെളിച്ചം കാണിക്കുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് യുഗ് നിർമ്മാണ യോജന. ഈ പ്രസ്ഥാനത്തിന്റെയും ഈ മാസികയുടെയും എല്ലാം പിന്നിലെ ആത്മാവ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ എന്താണിത്? നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാം. യുഗനിർമ്മാണ യോജന എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരാതന ഭാരതീയ പൈതൃകമുണ്ടല്ലോ, അതിന്റെ വെളിച്ചത്തിൽ ഇന്നത്തെ ഈ യുഗത്തെ ധാർമ്മികമായും ആത്മീയമായും പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു വലിയ ലോകവ്യാപകമായ മുന്നേറ്റമാണ്. ഇതൊരു ആശയം മാത്രമല്ല, പ്രായോഗികമായി ചെയ്യാനുള്ള ഒരു പദ്ധതി കൂടിയാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്നറിയാമോ? വളരെ ലളിതമാണ്, പക്ഷേ ഒരുപാട് ആഴമുള്ള ഒരു തത്വമാണ്. അതായത് അറിവും വെളിച്ചവുമുള്ളൊരു പുതിയ യുഗം തുടങ്ങുന്നത് അങ്ങനെയുള്ള കുറേ വ്യക്തികളിൽ നിന്നാണ്. ലോകം മാറണമെങ്കിൽ, സമൂഹം നന്നാകണമെങ്കിൽ ആദ്യം മാറേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ശരി, അപ്പോൾ ഈ മാറ്റം എങ്ങനെ കൊണ്ടുവരും? അതിന് അഖണ്ഡ ജ്യോതി പ്രധാനമായും 2 വഴികളാണ് പറഞ്ഞു തരുന്നത്. അതിലെ ആദ്യത്തെ വഴി, അത് നമ്മുടിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ടുള്ളതാണ്. ആന്തരിക ശുദ്ധീകരണം. അതായത് നമ്മളെ തന്നെ ഒന്ന് മിനുക്കിയെടുക്കുക. നമ്മുടെ ഉള്ളിലെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ആത്മീയത, ധ്യാനം, പിന്നെ നമ്മുടെ വ്യക്തിത്വം എങ്ങനെ മെച്ചപ്പെടുത്താം, ഇച്ഛാശക്തിയും മനഃശക്തിയും എങ്ങനെ കൂട്ടാം. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വേണ്ട ഒന്നാണല്ലോ സ്ട്രെസ് മാനേജ്മെന്റ്, അതെങ്ങനെ ചെയ്യാം. അങ്ങനെ തുടങ്ങി നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളെ കണ്ടെത്താനും ഇമോഷണലായിട്ട് ഒരു ബാലൻസ് കൊണ്ടുവരാനും അങ്ങനെ സമാധാനവും സന്തോഷവും കണ്ടെത്താനുമുള്ള വഴികൾ, ഇവയൊക്കെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ആ ഉള്ളിലേക്കുള്ള യാത്ര. മനസ്സിനെ ബലപ്പെടുത്തുക, ആത്മാവിന് ശാന്തി നൽകുക, പിന്നെ നമ്മുടെ യഥാർത്ഥ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയുക. ഉള്ളിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഇടുന്നത് പോലെയാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉള്ളിൽ മാറി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അവിടെയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. ലോകത്തെ പരിവർത്തനം ചെയ്യുക. കണ്ടോ, വ്യക്തിയിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലേക്ക്. അതാണ് ആ പുതിയ യുഗത്തിലേക്കുള്ള വഴി. ഈ ഉള്ളിലെ മാറ്റം എങ്ങനെയാണ് പുറത്തേക്ക് സമൂഹത്തിലേക്ക് എത്തുന്നത്? അതിനും ചില വഴികളുണ്ട്. സാമൂഹിക പുരോഗതി, ഓരോ മനുഷ്യന്റെയും അന്തസ്സ്, സ്ത്രീ ശാക്തീകരണം, നല്ല കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ ഭാരതീയ സംസ്കാരവും അതിന്റെ തത്വചിന്തകളും, പിന്നെ ചിന്തകളിൽ ഒരു വിപ്ലവം കൊണ്ടുവരുന്നത്, ജീവിതം ഒരു കലയാക്കുന്നത്, ഇതെല്ലാം സമൂഹത്തെ ഒന്നടങ്കം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നോക്കൂ, ഈ 2 വഴികളും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ഒന്ന് ആന്തരിക ശുദ്ധീകരണം, അത് നമ്മളിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. മറ്റേത് ലൗകിക ഉന്നമനം, അത് സമൂഹത്തിലാണ് ശ്രദ്ധിക്കുന്നത്. ഒന്നിന്റെ ലക്ഷ്യം നമ്മളെ തന്നെ നിയന്ത്രിക്കാനാണെങ്കിൽ മറ്റേതിന്റെ ലക്ഷ്യം സമൂഹത്തിൽ നല്ലൊരു ഒത്തൊരുമ ഉണ്ടാക്കാനാണ്. ഒന്ന് ഉള്ളിലേക്ക് നോക്കുന്ന വഴിയാണെങ്കിൽ മറ്റേത് പുറത്തേക്ക് പ്രവർത്തിക്കുന്ന വഴിയാണ്. രണ്ടും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ്. അപ്പോൾ ഈ 2 വഴികളും, അതായത് ഉള്ളിലേക്കുള്ള യാത്രയും പുറത്തേക്കുള്ള പ്രവർത്തനവും, ഇവ രണ്ടും ചേരുമ്പോഴാണ് മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള ഒരു സമ്പൂർണ്ണ കാഴ്ചപ്പാടുണ്ടാകുന്നത്. അതാണ് ആ അണയാത്ത ബന്ധം. അപ്പോൾ ആ പുതിയ യുഗത്തിലേക്കുള്ള വഴി വളരെ സിമ്പിളാണ്. സ്റ്റെപ്പ് 1, സ്വയം ശുദ്ധീകരിക്കുക, ഉള്ളിലെ സമാധാനവും ശക്തിയുമൊക്കെ വളർത്തുക. സ്റ്റെപ്പ് 2, കുടുംബത്തിൽ ഐക്യം കൊണ്ടുവരിക, വീട്ടിൽ സ്നേഹവും ബഹുമാനവും ഉറപ്പിക്കുക. സ്റ്റെപ്പ് 3, ആ ഐക്യം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുക. കണ്ടില്ലേ, നമ്മളിൽ തുടങ്ങുന്നു, അത് കുടുംബത്തിലേക്ക്, പിന്നെ സമൂഹത്തിലേക്ക്, അങ്ങനെ പടർന്ന് പന്തലിക്കുന്നൊരു നല്ല മാറ്റം. അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ എല്ലാം കാതൽ എന്താന്ന് വെച്ചാൽ, ശുദ്ധീകരിക്കപ്പെട്ട ഒരൊറ്റ ആത്മാവിന്റെ വെളിച്ചം മതി ഒരുപാട് പേർക്ക് വഴികാട്ടാൻ. ഒരു തിരിനാളം കൊണ്ട് 1000 ദീപങ്ങൾ തെളിയിക്കുന്നതുപോലെ. ഇത് തന്നെയാണ് അഖണ്ഡ ജ്യോതിയുടെ ഹൃദയവും. അപ്പോൾ ഈ കേട്ടതിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ട് നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഇന്ന് കൊടുത്താൻ കഴിയുന്ന ജ്ഞാനത്തിന്റെ ആ ഒരു ചെറിയ തിരിനാളം ഏതാണ്? ഈ ഒരു ചിന്ത നിങ്ങളോടൊപ്പം വിട്ടുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ വിവരണം ഇവിടെ നിർത്തുന്നു.